പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും തുണി എനിക്കിത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ക്ലൈമറ്റിനുമൊക്കെ ഇടാൻ പറ്റിയതായിട്ട് തോന്നിയില്ല. ഇടാൻ പറ്റിയതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഹായ്, എല്ലാവർക്കും ഷർണിയാസ് ഹാൻഡി ടിപ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മെറ്റേണിറ്റി ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ട് പുറത്തോട്ടിടുന്ന ടൈപ്പല്ല, വീട്ടിലിടുന്ന ടൈപ്പാണ്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ഇതാണല്ലോ പ്രശ്നം. അപ്പോൾ ആദ്യം എനിക്ക് എല്ലാം ടൈറ്റായപ്പോൾ ഫസ്റ്റ് ഞാൻ മീഷോയിൽ നിന്ന് 2-3 നൈറ്റി വാങ്ങിച്ചു. പക്ഷെ അത് അത്ര ക്വാളിറ്റി ഇല്ല, പക്ഷെ നല്ല പ്രൈസ് വന്ന് ലോ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ് 5-7 മാസത്തിന് ശേഷം വാങ്ങിച്ചതാണ് ഈ ഒരു മെറ്റേണിറ്റി ഡ്രസ്സൊക്കെ. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് മോമീസിൽ നിന്നാണ്. അപ്പോൾ ഇത് ഫീഡിങ് ടൈപ്പ് ബേസ് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മെറ്റേണിറ്റി ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ സൈസ് ലാർജായിട്ടുള്ളത് അങ്ങനെ വാങ്ങിച്ചു. ഫീഡിങ് ടൈപ്പ് ഒന്നും നോക്കാതെ സൈസ് കുറച്ചുകൂടെ ലാർജായിട്ട് ഞാൻ ലാർജ് സൈസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് XL വാങ്ങിച്ചു. XL അത് കഴിഞ്ഞ് XXL അങ്ങനെയൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഫീഡിങ് ടൈപ്പ് നോക്കിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഡെലിവറിക്കൊക്കെ ശേഷം ഫീഡിങ് ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റേ ഡ്രസ്സ് വാങ്ങിച്ചതെല്ലാം വേസ്റ്റായി പോവും. അപ്പോൾ നിങ്ങൾ നോക്കി എപ്പോൾ മെറ്റേണിറ്റി ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയതിനു ശേഷം മെറ്റേണിറ്റി ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫീഡിങ്ങും കൂടെ നോക്കിയിട്ട് അങ്ങനത്തെ സെലക്ട് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പിന്നീട് യൂസ് ആവും. മറ്റേത് നമ്മൾ പിന്നെ കുറച്ച് മെലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ബിഗ് സൈസായിട്ട് ഇരുന്നാൽ അത് നമ്മൾ പിന്നെ യൂസ് ചെയ്യൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതുപോലത്തെ ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് വന്നിട്ട് പുറത്തോട്ടിടുന്ന ടൈപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതിലൊരു ഡ്രസ്സാണിത്, ഇത് പുറത്തോട്ടിടുന്ന ടൈപ്പ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നൈറ്റിക്ക് പകരമായിട്ട് വീട്ടിലിടുന്ന ടൈപ്പാണ്, ഫീഡിങ് പ്ലസ് അങ്ങനത്തെ. അപ്പോൾ ഈ ഡ്രസ്സാണ് ആദ്യത്തേത്. ഇതൊരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള കളറാണ്. കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തതെല്ലാം. അപ്പോൾ കോട്ടൺ ആണ് നമുക്ക് നല്ലതായിട്ട്, കോട്ടൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ നിന്ന് തന്നെ ഞാൻ 2 എണ്ണം കോട്ടൺ അല്ലാത്തത് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് തുണി, പക്ഷേ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നീടാണ് കോട്ടൺ മാത്രം ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സിബ് കാണാത്ത രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും ഈ സൈഡും കൊടുത്തിട്ടുണ്ട്. സൈസൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അപ്പോൾ വാങ്ങിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഒരു സൈസ് കൂടുതൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. പ്രഗ്നൻ്റ് ടൈമിൽ ഇങ്ങനെ വയറ് വലുതാവുമല്ലോ, വയറ് വലുതാവുന്നതനുസരിച്ച് നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെ വന്നിട്ട് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൈസൊന്നും നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ട് കെട്ടിയൊക്കെ ചെയ്യാനേ ഉള്ളൂ. സ്റ്റിച്ച് എന്ന് വെച്ചാൽ ആ സൈഡ് അടിച്ച് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതേപടി തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. റേറ്റ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം 1000-ൻ്റെ താഴെയാണ് വരുന്നത്. ഓഫർ ഉണ്ടായിരുന്നു അവിടെ മോമീസിൽ. അപ്പോൾ ഓഫറിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കിട്ടിയതാണ്. ഇത് വന്നിട്ട് രണ്ടാമത്തേത്. ഇതും കോട്ടൺ ടൈപ്പ് തന്നെ, എല്ലാം സിമിലർ പാറ്റേൺ ആണ്. ഇവിടെ പക്ഷേ ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കോളർ ടൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെയും ഫീഡിങ് ഇത് 2 സൈഡും കൊടുത്തിട്ടുണ്ട്. സിബ് നല്ല ഈസിയാണ് ഓപ്പൺ ചെയ്യാനൊക്കെ. നേരത്തെ കാണിച്ചതിനേക്കാളും തുണി എനിക്കിത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. സെയിം കോട്ടൺ ആണ് എങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് കാണും, എന്തെങ്കിലും മിക്സ്ഡ് ആയിരിക്കും. സോ ഇതാണ്. ഭയങ്കര കണ്ണാടി പോലെയല്ല, എന്നാലും നമ്മൾ അകത്ത് പാവാട എന്തെങ്കിലും ഇടേണ്ടി വരും. എന്നാലും മീഷോയിൽ നിന്നൊക്കെ വാങ്ങുന്ന നൈറ്റിയെക്കാട്ടിലും നല്ല ഇതാണ്. അത് ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്തതാണ്. ഇത് ക്വാളിറ്റി ഉണ്ട്. തേർഡ് വൺ വന്നിട്ട് അതുപോലെ തന്നെ കോട്ടൺ ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പ്. മറ്റതിൻ്റെയൊക്കെ കൈ കുറച്ച് സ്ലീവ് കുറച്ച് വലുതായിരുന്നു. സ്ലീവ് വലുതല്ല, ഷോർട്ട് സ്ലീവ് തന്നെയാണ് ഞാൻ കാണിച്ചതെല്ലാം.
ഷോർട്ട് സ്ലീവ് ഇടുന്നതാണ് നല്ലത്. മറ്റേ ലോങ് സ്ലീവ് ഭയങ്കര ചൂടൊക്കെ എടുക്കും ഈ സമയത്ത്. പക്ഷേ ഇത് ഭയങ്കര ഷോർട്ടാണ്. ഇതൊരു സ്ലീവ്ലെസ് എന്ന് പറയാം. നമ്മുടെ ഇവിടെ കഴുത്തിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ഇതായിട്ടൊരു ഇത് വരില്ലേ, ഞാൻ അവിടെ ഇട്ട് കാണിക്കുമ്പോൾ അതിൽ മനസ്സിലാവും. ആ ഒരു മോഡലാണ് ഇതാ ഇങ്ങനെ കിടക്കും. സോ അതാണ് കൈ ആയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പൊക്കുമ്പോഴൊക്കെ ഇവിടെയൊക്കെ കാണും. ആ മോഡലിലാണ് വരുന്നത്. ഇവിടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് അതെല്ലാം ഉണ്ട്. പിന്നെ മറ്റേ 2 ഡ്രസ്സിനെക്കാളും ഇത് കുറച്ച് ടൈറ്റായിട്ട് തോന്നി. പക്ഷെ സൈസെല്ലാം സെയിം ആണ്. ഞാൻ എടുത്തത് എല്ലാ സൈസും ഒന്ന് തന്നെയെങ്കിലും ഇത് മാത്രം എന്തോ ടൈറ്റ് ആയതുപോലെ തോന്നി. എപ്പോഴെന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ഇതായിരിക്കാം. ബട്ട് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഇത് പുറത്തോട്ട് ഇടാനും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. കളറും അതിൻ്റെ പാറ്റേണും എല്ലാം വീട്ടിലിടുന്ന ഇതാണെങ്കിലും പുറത്തോട്ട് ഇടാനും ഓക്കെ ആയിട്ടുള്ള തുണിയായിട്ട് തോന്നി. സോ ഈ 3 ഡ്രസ്സുമാണ് ഞാൻ കോട്ടൺ ടൈപ്പിൽ മോമീസിൽ നിന്ന് വാങ്ങിച്ചത്. അതിന് മുൻപ് ഞാൻ 5-ാം മാസമൊക്കെ ആയപ്പോഴേ 1-2 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അതിലുള്ള ഒന്ന് വന്നിട്ട് ഇങ്ങനെ പാൻറ്റും ഇതുപോലെ ഷർട്ടുമായിട്ട് ബനിയൻ ടൈപ്പായിട്ട് ഉള്ളതാണ്. ടോപ്പും ഇതുമായിട്ട് പാൻറ്റ് നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള തുണിയാണ്. പക്ഷേ ചൂട് സമയത്ത് നമ്മളിപ്പോഴും കഴിഞ്ഞ ക്ലൈമറ്റും ഈ ക്ലൈമറ്റിനുമൊക്കെ ഇടാൻ പറ്റിയതായിട്ട് തോന്നിയില്ല. ഭയങ്കര ചൂടാണ് ഇതിടുമ്പോൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്തില്ല വാങ്ങിച്ചെങ്കിലും. പക്ഷെ ഫീഡിങ്ങിന് നല്ല ഈസി ആയിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇത് സിപ്പ് ടൈപ്പൊന്നും അല്ല. അത് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. ഇത് ഇവിടുന്ന് ഫീഡ് ചെയ്യാൻ ടൈപ്പ് ആ രീതിയിലാണ്. കോട്ടണിൽ ഞാൻ ചോദിച്ചു, പക്ഷേ കോട്ടണിൽ സിപ്പ് ടൈപ്പ് ഫീഡിങ്ങിൻ്റെ ഉള്ളൂ. ഇങ്ങനത്തെ മോഡലില്ല. ഇത് കോട്ടൺ അല്ല, ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്ത് മെറ്റീരിയൽ, ഒരു ബനിയനൊക്കെ നമ്മൾ ഇടുമ്പോൾ ഉള്ള ആ ഒരു സോഫ്റ്റായിട്ടുള്ള ഇതാണ്. ഈ ഡ്രസ്സ് ഞാൻ ഒരു ടൈപ്പേ എടുത്തുള്ളൂ ഈ മോഡലിൽ. ഇതുപോലെ അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇടാനായിട്ട് എന്താണ് നല്ല സോഫ്റ്റും കുറച്ച് വെയിറ്റുണ്ട്. മറ്റേ നമ്മൾ കോട്ടണൊക്കെ ഇടുന്നത് അത്ര വെയ്റ്റ്ലെസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റൊക്കെ ഉള്ള തുണിയാണിത്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ടിരിക്കും. ചൂട് സമയത്ത് ഇടാൻ പറ്റിയതല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫീഡിങ്ങിനൊക്കെ പറ്റിയതാണ്. ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇട്ടിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. ഫീഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സിബ് പോലെ അങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ടൈ ചെയ്യാൻ, ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓക്കെയാണ്. സോ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഒരു പോക്കറ്റൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഈ ക്ലൈമറ്റ് ചൂടാണ്, നമുക്ക് കുറച്ചുകൂടെ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് ബെസ്റ്റായിരിക്കുമെന്ന് തോന്നില്ല. കോട്ടൺ തന്നെയാണ് നല്ലത്. ഇതേ മോഡലിലുള്ളത് തന്നെയാണ് ഇതും ഞാൻ അതിൻ്റെ കൂടെ അപ്പോൾ വാങ്ങിച്ചതാണ്. സെയിം മോഡൽ തന്നെയാണ്. ഇതെല്ലാം കാലിന് താഴെ, മുട്ടിന് താഴെയായിട്ട് വരും. അങ്ങ് താഴെ വരെ കിടക്കില്ല. ഈ കാണിച്ചതെല്ലാം വീട്ടിലിടുന്ന ടൈപ്പെല്ലാം കുറച്ച് ഇതിലായിട്ട് ഇരിക്കും. താഴെ എന്താണ് കാൽപാദം വരെ കിടക്കാതെ മുട്ടിന് താഴെയായിട്ട് നിൽക്കുക. അതാണ് നല്ലത് വീട്ടിലിടാനായിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ആ ടൈപ്പ്. ഇതും 1000-ന് താഴെയായിട്ട് വരും. ഓഫർ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോണത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച നൈറ്റിയാണ്. സോ ഇത് രണ്ടുമാണ് ആ നൈറ്റി. ഇത് കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു 300-ൻ്റെ അകത്താണ് ഈ 2 നൈറ്റിയും കൂടെ പ്രൈസ് വരുന്നത്. അപ്പോൾ സംഭവം ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. അതായത് കണ്ണാടി പോലെ കാണും. എൻ്റെ മുഖം കാണാമോ? കണ്ണാടി പോലെ കാണുന്ന രീതിയിലാണ്. അകത്ത് നമ്മൾ പാവാടയൊക്കെ ഇട്ടാലേ ശരിയാവുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് സൈസ് കൂടിയത് ചുമ്മാ കുറച്ചുകൂടെ പ്രൈസൊക്കെ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും ഇതിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇപ്പോഴും ഇത് ഇടുന്നുണ്ട്. കാരണം കോട്ടൺ പോലത്തെ തന്നെയാണ്.
പക്ഷെ തുന്നിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് ദിവസമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു നൈറ്റിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് അത് 300 റേഞ്ച് വരും ഒറ്റ നൈറ്റി. ഇത് 300-ന് 2 എണ്ണം ചേർത്ത് വരുന്നത്, അതാണ് ഈ ക്വാളിറ്റി ഇല്ലാത്തത്. മറ്റത് ഒറ്റ നൈറ്റി ആയിട്ട് അതിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. പക്ഷെ അത് കോട്ടൺ അല്ല, സിൽക്ക് മിക്സ്ഡ് പോലെ വരും. അത് ക്വാളിറ്റി ഉണ്ട് ആ ഡ്രസ്സ്. പക്ഷെ സിപ്പ് ടൈപ്പ് അല്ല, സോ ഫ്രണ്ട് ഓപ്പൺ അല്ല. നമുക്ക് പിന്നീട് അത് യൂസ് ആവില്ല ഡെലിവറിക്ക് ശേഷം. ഇപ്പോഴൊക്കെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഇത്രയാണ് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. സോ മോമീസിൽ നിന്ന് വാങ്ങിച്ച തുണിയെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രൈസും സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഫീഡിങ് ടൈപ്പൊക്കെ വാങ്ങുന്ന ഡ്രസ്സ് പ്രൈസി ആയിരിക്കും. സോ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓഫർ ഉള്ളത് കൊണ്ട് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് കോട്ടൺ തുണി വാങ്ങണമായിരിക്കും നല്ലത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്ന കോട്ടൺ തുണി വാങ്ങണതാണ് നല്ലത്. പിന്നെ കുറച്ചുകൂടെ സൈസ് വലുതായിട്ട് വാങ്ങണമായിരിക്കും നല്ലത്. പെട്ടെന്ന് നമുക്ക് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. വേറെ ഈ ഡ്രസ്സ് എനിക്ക് പുറത്തോട്ട് ഇടണയായാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഹോസ്പിറ്റലിനൊക്കെ പോകാൻ വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിന് ലിങ്കൊന്നുമില്ല, നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്. മീഷോയിൽ നിന്നുള്ളതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഞാൻ വേറൊരു വീഡിയോയിൽ പുറത്തോട്ടിരുന്ന മോമീസിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്, പുറത്തോട്ടിരുന്ന ഡ്രസ്സിൻ്റെത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.